എല്ലാവർക്കും ബിൽഡ് വിത്ത് ബിബിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് കഞ്ചിക്കോടുള്ള ഒരു സ്റ്റീൽ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours വർക്ക് നടക്കുന്ന ഒരു സ്റ്റീൽ പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പ്രോസസ്സും എന്നുള്ളത് ഇന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ്. എൻ്റെ പേര് PB അഖിൽ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രണ്ട് തരം റോ മെറ്റീരിയൽസ് ആണ് വാർക്ക് കമ്പികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്: ഇൻഗട്ട്സ് ആൻഡ് ബില്ലറ്റ്സ്. ഹൈ ക്വാളിറ്റി മൈക്രോ അലോയിങ് ചെയ്തു വരുന്ന ഇൻഗട്ട്സും ബില്ലറ്റ്സും മാത്രമാണ് ഇവിടെ TMX മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള TMT അഥവാ തെർമോ-മെക്കാനിക്കൽ ട്രീറ്റഡ് റീബാർസിൻ്റെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന TMX ബാർസ് ആണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. തെർമെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന QST റീബാർ ടെക്നോളജി സിസ്റ്റമാണ് TMX ബാറുകളുടെ ഹൈലൈറ്റ്. നമുക്കാവശ്യമുള്ള വാർക്ക കമ്പികൾ നിർമ്മിക്കുന്നതിനായി ആദ്യമായി റോ മെറ്റീരിയൽസ് ആയ ബില്ലറ്റ്സ് അല്ലെങ്കിൽ ഇൻഗട്ട്സ് കൃത്യമായി നിരത്തി വെച്ച് പ്രീ ഹീറ്റിംഗ് ഫർണസിലേക്ക് പുഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പ്രീ ഹീറ്റിംഗ് ഫർണസ് ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചൂടിൽ ഏകദേശം 1200 മുതൽ 1300 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലേക്ക് ഇവ ചൂടാകുന്നു. ഏകദേശം 100x100 mm² ക്രോസ് സെക്ഷനുള്ള ബില്ലറ്റ്സിനെ നമുക്ക് ആവശ്യമുള്ള ഡയാമീറ്ററിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. തുടർന്ന് റോളിംഗ് പ്രോസസ്സ് ആരംഭിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള കമ്പികളുടെ വലുപ്പത്തിനനുസരിച്ച് ഇവിടെയുള്ള റോളിംഗ് മില്ലുകളിലേക്ക് ഈ ഇൻഗട്ട്സിനെയും ബില്ലറ്റ്സിനെയും കടത്തിവിടുകയാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. അതിനെ പാസ് എന്നാണ് പറയുക. ഓരോ പാസിലും റോ മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരികയും സമാന്തരമായി നീളം വർദ്ധിച്ചു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 100x100 mm² നിന്നും 8 mm ഡയാ ബാറിലേക്ക് എത്തുന്നതിന് 19 പാസാണ് ആവശ്യമുള്ളത്. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും രസകരമായ, കണ്ണിന് കൗതുകം നൽകുന്ന ഒന്നാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ റോളിംഗ് കഴിഞ്ഞ് റിക്വയർഡ് ഡയാമീറ്ററിലേക്ക് എത്തിയ കമ്പികൾ പിന്നീട് റിബ്, അതുപോലെ ബ്രാൻഡ് പ്രിൻറ്റിങ് ചെയ്യുന്ന നോച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കൂടി കടന്നു പോകുന്നു. അപ്പോഴേക്കും കമ്പിയുടെ ടെമ്പറേച്ചർ ഏകദേശം 900 ഡിഗ്രിയിലേക്ക് താഴ്ന്നിട്ടുണ്ടാവും. പിന്നീടാണ് TMX ബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സിലേക്ക് കടക്കുന്നത്. HSE ജർമ്മനി എന്ന ജർമ്മൻ ബേസ്ഡ് കമ്പനി ഡെവലപ്പ് ചെയ്ത QST ടെക്നോളജി, അതായത് ക്വെഞ്ചിങ് ആൻഡ് സെൽഫ് ടെമ്പറിങ് ടെക്നോളജിയാണ് അതിനായി ഉപയോഗിക്കുന്നത്. തെർമെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മെഷീനറിയാണ് ഇവിടെ അതിനായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. HSE ജർമ്മനിയുടെയും അവർ ഇന്ത്യയിൽ അപ്രൂവ് ചെയ്ത HNK ഇന്ത്യ എന്ന കമ്പനിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യുക മാത്രമല്ല, അവരുടെ എല്ലാ വർഷവുമുള്ള റെഗുലർ മോണിറ്ററിങ്ങിനും വിധേയമായി അവരുടെ സർട്ടിഫിക്കറ്റ് നിലനിർത്തിയാൽ മാത്രമാണ് TMX എന്ന ബ്രാൻഡിംഗ് ഉള്ള പ്രീമിയം വാർക്ക കമ്പികൾ ഉണ്ടാക്കാനും വിതരണം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. 900 ഡിഗ്രിയിൽ എത്തി നിൽക്കുന്ന കമ്പികൾ പിന്നീട് RO വാട്ടർ പ്രഷറിൽ പമ്പ് ചെയ്യുന്ന തെർമെക്സ് മെഷീനറിയിലൂടെ കടന്നു പോകുന്നു. ഏകദേശം 14 m/s, അതായത് 50 km/h സ്പീഡിലാണ് ഈ കമ്പികൾ കടന്നു പോകുന്നത്. ചുവന്ന് ഓറഞ്ച് കളറിലിരിക്കുന്ന കമ്പികൾ ഈ സ്പീഡിലേക്ക് പുറത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ പുറത്തെ ലെയർ ഏകദേശം 300 ഡിഗ്രിയിലേക്ക് താഴുകയും അതിൻ്റെ നിറം
ഏകദേശം കറുത്ത കളർ ആവുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും ഇന്നർ കോറിൽ ഏകദേശം 900 ഡിഗ്രി തന്നെയാവും താപനില. ഈ പ്രവർത്തനം വളരെ കൃത്യമായും വളരെ കൺട്രോൾഡായും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തെർമെക്സ് മെഷീനറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഏതൊരു കമ്പിയുടെ സെക്ഷൻ എടുത്തു നോക്കിയാലും അതിൻ്റെ ആന്തരിക ഘടന ഒരുപോലെ തന്നെ ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട തെർമെക്സ് എന്ന് പറയുന്ന മെഷീനറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മെഷീനറിയിൽ നിന്നും നേരെ പോകുന്നത് HSEയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം പറഞ്ഞിട്ടുള്ള കൂളിംഗ് ബെഡിലേക്കാണ്. ഇവിടെ വെച്ചാണ് സെൽഫ് ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ചൂട് പിടിച്ച് കിടക്കുന്ന ഈ കമ്പികൾക്ക് സെൽഫ് ടെമ്പറിംഗ് നടത്താനുള്ള 7 അടിയോളം ക്ലിയറൻസ് ഉള്ള ഇത്തരം കൂളിംഗ് ബെഡുകൾ വെന്റിലേഷൻ നൽകി സെൽഫ് ടെമ്പറിംഗ് വളരെ കൃത്യമാക്കുന്നു. അതായത് ഉള്ളിലുള്ള സെൻട്രൽ കോറിലുള്ള 900 ഡിഗ്രി എന്ന് പറയുന്ന ചൂട് ഏറ്റവും പുറത്തുള്ള 300 ഡിഗ്രി ചൂടിലേക്ക് പതിയെ പതിയെ അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിൻ്റെ മൈക്രോ സ്ട്രക്ചർ യൂണിഫോം ആയിക്കൊണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വളരെയധികം ചൂടുള്ളതും ശബ്ദം നിറഞ്ഞതുമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഈ ഫാക്ടറി. ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി ഒരു ഇൻസ്പെക്ഷൻ ചേംബർ ഇവിടെയുണ്ട്. അവിടെ നിന്നാണ് ഈ ഫാക്ടറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് TMX ബാർ ഉണ്ടാക്കുന്ന അതിൻ്റെ കൺട്രോൾ ഡെസ്കിലാണ്. ഇവിടെ നിന്നാണ് ഇതിലത്തെ ഓരോ പ്രോസസ്സും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഇവർ വിശദീകരിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്കത് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ഏബിളേട്ടനാണ്. അപ്പോൾ ഏബിളേട്ടൻ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. അതുമാത്രമല്ല ഇവിടെ മറ്റു സ്റ്റാഫുകൾ കൂടി ഉണ്ട് ഇത് ഓരോന്നും ചെയ്യുന്നതിൻ്റെ. ആ സ്റ്റാഫുകളും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഏബിളേട്ടൻ പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ പ്രോസസ്സിൻ്റെ ടോട്ടൽ കൺട്രോൾ വരുന്ന ഒരു ഭാഗമാണ് ഇത് കൺട്രോൾ ഡെസ്ക് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് ഫുള്ള് നമ്മൾ എൻ പ്രോഡക്റ്റ് നമ്മുടെ എൻ പ്രോഡക്റ്റ് വരുന്ന കൂളിംഗ് ബെഡ് വരെയുള്ള ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഡെസ്കാണ്. ഇവിടെ വെച്ച് നമ്മൾ എല്ലാ സ്റ്റാൻഡിന്റെയും സ്പീഡ് അതേപോലെ അതിന്റെ RPM എല്ലാം നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്യും. പിന്നെ ബാറിന്റെ കൊഞ്ചിങ് സ്പീഡ് എത്രയാണ്, അതിന്റെ പ്രഷർ സെറ്റ് ചെയ്യണതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കൺട്രോൾ ചെയ്യണത്. പിന്നെ കട്ടിങ് ബാർ ഏത് ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യണം. അല്ല, അപ്പൊ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യില്ല ആരും, അല്ലാതെ ഓണും ഓഫ് ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഫുൾ ടൈം ഉള്ളൊരു വിഷൻ കോണ്ടാക്റ്റും അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതെങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ആക്ഷൻ വൈസ് ഒക്കെ ആയിരിക്കും, ഫോൺ ത്രൂ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബ്രേക്ക് ഡൗണോ? ഒരു ബ്രേക്ക് ഡൗൺ ഓൾറെഡി ഇവിടുന്ന് നമുക്ക് ഫുള്ള് മില്ല് നമുക്ക് ഇവിടുന്ന് നല്ല വിസിബിൾ ആണ്. അപ്പൊ എപ്പോഴും ഇവിടെ ഉള്ള ആള് ഭയങ്കര വിജിലന്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ. സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു മൊത്തം കണ്ടിന്യൂഷനിൽ അയാൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ ഇവിടുന്ന് ടോട്ടൽ മില്ല് ഓഫ് ചെയ്യലും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതിനുശേഷം ബാക്കി നമ്മുടെ കൊഞ്ചിങ്ങിലെ പ്രോസസ്സും എല്ലാം ക്വാളിറ്റിയിലെ മെയിൻ പാർട്ടാണ് കൊഞ്ചിങ്. ആ കൊഞ്ചിങ് ബാറിന്റെ ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ ഇവിടുന്ന് മോണിറ്റർ ചെയ്യും. അതായത് കൊഞ്ചിങ്ങിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ കാണാനും പറ്റും, മോണിറ്റർ ചെയ്യാനും പറ്റും. എൻഡ് പ്രൊഡക്റ്റിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ക്വാളിറ്റി പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനെല്ലാം ഇവിടെ പറ്റും. മെയിൻ്റെനൻസ് ഈ മില്ല് ഇത്ര വളരെ ഭംഗിയായി നമുക്ക് നടത്തണമെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസും ഷെഡ്യൂൾഡ് മെയിൻ്റെനൻസ് ഒക്കെ കാണണം. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പ്രശാന്ത്, നിങ്ങള് മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ്? പെർ ഡേ മെയിൻ്റെനൻസ് ഉണ്ടാവുമോ അതോ എല്ലാ സമയത്തും മെയിൻ്റെനൻസ് ഉണ്ടാവും? എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ? മെയിൻ്റെനൻസ് ഉണ്ടാവും, പിന്നെ വീക്ക്ലി മെയിൻ്റെനൻസ്, മന്ത്ലി മെയിൻ്റെനൻസ്, പിന്നെ ഇയർലി മെയിൻ്റെനൻസ്, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. 4 സെക്ഷൻ ആയിട്ടാണ് മെയിൻ്റെനൻസ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് ഡെയിലി മെയിൻ്റെനൻസ്, വീക്ക്ലി മെയിൻ്റെനൻസ് ആണ് പ്രോപ്പർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ്റെനൻസ്. നമ്മളിപ്പോ പ്രോസസ് ടീമിന് അവരെ മെയിനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ്റെനൻസ് ടീമിന്റെ ഏറ്റവും വലിയ. എന്തിലാണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരിക? ഐ മീൻ ഈ പ്രൊഡക്റ്റിന്റെ ഏത് പോർഷനെ ബാധിക്കുന്ന മെയിൻ്റെനൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടി വരിക? ഇപ്പൊ ഒരു 8mm ബാർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനിഷിംഗ് സ്റ്റാൻഡില് റിബ് ബ്രാൻഡ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ബിയറിംഗ് സെറ്റ് ചെയ്ത് എല്ലാം ഒരു കറക്റ്റ് സെറ്റിങ്ങോട് കൂടിയിട്ട് റോൾസ്, അതിന്റെ ഗൈഡ്സ്, അതിനുള്ള ബാക്കിയുള്ള
സപ്പോർട്ട്സ് തരുന്നത് ഈ മെയിൻ്റെനൻസ് ടീമായിരിക്കും. അതായത് ഇതിവിടെ കൺട്രോളിംഗ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഫാഹിസ് അല്ലേ? ഓക്കെ. നിങ്ങൾ എത്ര കാലമായി ഇവിടെ? 6 മാസം കഴിഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ മെയിനായിട്ട് നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുള്ള ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഒരു വിജിലൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരാൾ നിങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് തൊട്ട് നിങ്ങളൊരു ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് ഇത് നിർത്തേണ്ടി വന്നാൽ എങ്ങനെ മനസ്സിലാവും? അതായത് അറ്റ് എ ടൈം സ്റ്റാർട്ടിങ്ങിലും അവിടെയും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാലോ? അതെങ്ങനെ? സൈറണ്ട്. അത് ആരാണ് സൈറൻ അടിക്കുക? ഓക്കെ ഓക്കെ. ഇവിടെ സൈറൻ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഓക്കെ. ഇവിടെ എല്ലാ പ്രോസസ്സും ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. എവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും എവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സാധിക്കും അല്ലേ? ഓക്കെ. അതിനാണ് ഈ ഒരു കൺട്രോൾ ഡെസ്ക് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ കേട്ടില്ലേ, നമ്മൾ പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു കൺട്രോൾ നടത്തുന്നത് നമ്മുടെ സഹോദരൻ ഫാഹിസാണ്. അദ്ദേഹം ആണ് ഇവിടെ ഏത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ നടക്കണമെങ്കിലും അത് ഓണാക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓഫാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫാഹിസായിരിക്കും. അത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം എന്തെങ്കിലും വലിയ, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര അപകട സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം മറികടക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഡെസ്കിൽ നിന്നാണ് നമുക്ക് സാധിക്കുള്ളൂ. വളരെ നീറ്റായിട്ടും വളരെ പ്രൊഫഷണലായിട്ടും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു. സെൽഫ് ടെമ്പറിങ്ങിന് ശേഷം കൂളിംഗ് ബെഡിലേക്ക് എത്തിപ്പെടുന്ന കമ്പികൾ പിന്നീട് കട്ടിങ്ങിലേക്കാണ് പോകുന്നത്. 48 മീറ്റർ നീളമാണ് കൂളിംഗ് ബെഡിൻ്റെ നീളമെങ്കിൽ നമ്മളുടെ സൈറ്റിലേക്കൊക്കെ എത്തുന്ന കമ്പികളുടെ നീളം ഏകദേശം 12 മീറ്ററാണ്. 12 മീറ്ററുള്ള കമ്പികളായി അവയെ മുറിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അങ്ങനെ 12 മീറ്ററിൽ കട്ട് ചെയ്ത കമ്പികൾ കൃത്യമായ എണ്ണം വെച്ച് ബെൻഡിങ് മെഷീനിൽ വെച്ച് ബെൻഡ് ചെയ്യുകയും അത് ടൈ ചെയ്ത് ലോഡിങ്ങിന് വിടുകയുമാണ് ചെയ്യുന്നത്. ഈ ബണ്ടിലുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് QR കോഡ് ബാഡ്ജിങ് ഉണ്ടെന്നുള്ളതാണ്. ഈ QR കോഡ് നമ്മൾ QR കോഡ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ സൈറ്റിലേക്ക് ഡെലിവർ ചെയ്ത ഒരു കമ്പിയുടെ മുഴുവൻ ടെസ്റ്റ് റിസൾട്ടുകളും നമുക്കതിൽ ലഭ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് മറ്റെവിടെയും ലഭിക്കാത്ത ഒരു പ്രത്യേക ഫെസിലിറ്റി തന്നെയാണ് ഈ പറയുന്ന QR കോഡ് ബാഡ്ജിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ A to Z പ്രോസസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു കമ്പി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുമാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ബൈ.